ഹലോ എല്ലാ സോളുകൾക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡിസ്റ്റോർട്ടഡ് ഫെമിനൈൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ടിൻ ഫ്ലെയിം ജേർണിയിലായിരിക്കുന്ന ഫെമിനിൻ എനർജി ആദ്യമൊക്കെ ഡിസ്റ്റോർട്ടഡ് എനർജിയിലായിരിക്കും ഉണ്ടായിരിക്കുക. ആ ഒരു ടൈമിൽ അവർക്ക് പറയുന്ന പേരാണ് ഡിസ്റ്റോർട്ടഡ് ഫെമിനൈൻസ്. ഇങ്ങനെ ഡിസ്റ്റോർട്ടഡ് ഫെമിനൈൻ എനർജിയിലുള്ള ആ ഒരു ആള് ഇന്നർ വർക്കൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി കഴിയുമ്പോൾ അവരുടെ തന്നെ ഉള്ളിലുള്ള മാസ്കുലിൻ ഫെമിനിൻ എനർജി ബാലൻസിലേക്ക് കൊണ്ടുവരും. ഇങ്ങനെ ബാലൻസിലേക്കൊക്കെ വന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകുന്ന ടൈമിൽ അവരുടെ ഹയർ സെൽഫായിട്ട് മെർജ് ആകുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ഈ ഒരു ടൈമിലാണ് അവർ ഡിവൈൻ ഫെമിനിൻ എനർജിയിലേക്ക് കൺവേർട്ട് ആകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ 3 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ഡിസ്റ്റോർട്ടഡ് ഫെമിനൈൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. രണ്ടാമതായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ് ഒരു ഫെമിനിൻ എനർജി ഡിസ്റ്റോർട്ടഡ് എനർജിയിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ഒരു ഡിസ്റ്റോർട്ടഡ് ഫെമിനൈൻ ഡിവൈൻ ഫെമിനൈനായി മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഏത് എനർജിയിലാണ്, ഡിസ്റ്റോർട്ടഡ് ഫെമിനിൻ എനർജിയിലാണോ അതോ ഡിവൈൻ ഫെമിനിൻ എനർജിയിലേക്ക് മെർജ് ആയിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഡിസ്റ്റോർട്ടഡ് എനർജിയിലാണെങ്കിൽ ഡിവൈൻ ഫെമിനൈനിലേക്ക് മാറാനായിട്ട് ചെയ്യേണ്ട വർക്കുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും ഒരു ഹെൽപ്പായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യം തന്നെ നമുക്ക് ഡിസ്റ്റോർട്ടഡ് ഫെമിനൈൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. അതിൽ വരുന്ന ഒന്നാമത്തെ പോയിൻ്റാണ് കോ ഡിപ്പെൻഡൻസി. ഡിസ്റ്റോർട്ടഡ് ഫെമിനൈൻ എല്ലാ കാര്യത്തിലും മറ്റുള്ളവരെ ആശ്രയിച്ച് നിൽക്കുന്നവളായിരിക്കും. ഫിനാൻഷ്യലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും തന്നെ താങ്ങാൻ വേണ്ടിയിട്ട് പുറകിൽ ഒരാൾ വേണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവളായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പോലെ പറയാനാണെങ്കിൽ ടിൻ ഫ്ലെയിം ജേർണിയുടെ കാര്യം തന്നെ പറയാം. ആദ്യം അവർ കണ്ടുമുട്ടുന്ന ടൈമിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുന്ന ഒരു സ്നേഹം, അത് സോളിൻ്റെ അൺകണ്ടീഷണൽ ലവ് ആണ്. അപ്പോൾ ഫെമിനിൻ എനർജിക്ക് തൻ്റെ ഡിവൈൻ മാസ്കുലൈനിൽ നിന്ന് കിട്ടുന്ന സ്നേഹം, കെയറിങ് എല്ലാം ഇതുവരെ അവൾ അനുഭവിക്കാത്തതായിരിക്കും. അപ്പോൾ ഈ ഒരു സ്നേഹം അനുഭവിക്കുന്ന സമയത്ത് ഈ ഒരു വ്യക്തി തന്നെ വിട്ടിട്ട് പോകും എന്ന് ഒരിക്കലും വിചാരിക്കില്ല. ഇതെൻ്റെ അവസാനം വരെ എൻ്റെ കൂടെ കാണും, കാരണം ഈ ഒരു വ്യക്തി എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന ഫെമിനിൻ എനർജിക്ക് പെട്ടെന്ന് കിട്ടുന്നൊരു ഷോക്കാണ് സെപ്പറേഷൻ. ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ ഫെമിനിൻ എനർജി ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോൾ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്കാണ് വരുന്നത്. ചത്തതിനൊക്കുമേ ജീവിക്കൂ എന്ന് പറയുന്ന ഒരു സ്റ്റേജാണത്. നമ്മളെക്കൊണ്ട് ആരെക്കൊണ്ടും താങ്ങാൻ പറ്റുന്ന ഒന്നല്ല. അപ്പോൾ ഇങ്ങനെ ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോളിലൊക്കെ കിടക്കുന്ന സമയത്തായിരിക്കും ഇതൊരു ടിൻ ഫ്ലെയിം ജേർണിയാണ്, ഡിവൈൻ മാസ്കുലൈൻ തിരിച്ചു വരാൻ ഇന്നർ വർക്ക് ചെയ്യണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ഡിസ്റ്റോർട്ടഡ് ഫെമിനിൻ എനർജി ചെയ്യുന്നൊരു കാര്യം തനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു സ്നേഹം, ആ ഒരു കെയറിങ്ങിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഡിവൈൻ മാസ്കുലൈൻ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇന്നർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും നമ്മളൊരു കോ ഡിപ്പെൻഡൻസിയാണ് വെക്കുന്നത്. ഡിവൈൻ മാസ്കുലൈൻ്റെ ഉത്തരവാദിത്തമാണ് എന്നെ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും എന്നുള്ളതാണ് അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഡിസ്റ്റോർട്ടഡ് ഫെമിനൈൻ്റെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ കോ ഡിപ്പെൻഡൻസിയാണ്. ഇനി രണ്ടാമതായിട്ട് വരുന്നത് വിക്റ്റിം മൈൻഡാണ്. തനിക്ക് എന്തോ കുറവുകളുണ്ടെന്ന് സ്വയം വിശ്വസിക്കുകയാണ്. സ്നേഹിക്കപ്പെടാനോ അംഗീകരിക്കപ്പെടാനോ ഒരു ഭാഗ്യമില്ലാത്തവളാണെന്ന് സ്വയം പഴിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നവളായിരിക്കും ഡിസ്റ്റോർട്ടഡ് ഫെമിനിൻ എനർജി. മൂന്നാമതായിട്ട് വരുന്നത് പീപ്പിൾ പ്ലീസറാണ്. ഇങ്ങനെ വിക്റ്റിം മൈൻഡ് ഉള്ളതുകൊണ്ട് തന്നെ തൻ്റെ കൂടെ നിൽക്കുന്നവരെ എന്ത് കാര്യം ചെയ്തിട്ടാണെങ്കിലും എത്ര പ്ലീസ് ചെയ്തിട്ടാണെങ്കിലും തൻ്റെ കൂടെ തന്നെ പിടിച്ചു നിർത്താനായിട്ട് അവൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിന് തനിക്കിഷ്ടമല്ലാത്തൊരു കാര്യം വരെ ചെയ്ത് അവരെ തൻ്റെ കൂടെ നിർത്താനായിട്ട് ശ്രമിക്കും. അവരെ പ്രീതിപ്പെടുത്തേണ്ടത് എൻ്റെ കടമയാണ് എന്നുള്ള രീതിയിൽ തൻ്റെ സ്വന്തം കാര്യം മാറ്റി വച്ചിട്ട് പോലും അവർക്കായി പ്രവർത്തിക്കാനായിട്ട് ഒരു ഡിസ്റ്റോർട്ടഡ് ഫെമിനിൻ തയ്യാറാകുന്നു. നാലാമതായിട്ട് വരുന്നത് മദർലി കെയർ നേച്ചറാണ്. ഇത് ഡിവൈൻ ഫെമിനൈൻ എനർജിയിൽ നിൽക്കുമ്പോൾ ഒരു പ്ലസ് പോയിൻ്റ് ആണ്, പക്ഷേ ഡിസ്റ്റോർട്ടഡ് ഫെമിനൈൻ ആയിട്ട് നിൽക്കുമ്പോൾ ഇതൊരു നെഗറ്റീവ് പോയിൻ്റ് ആണ്. ഇതുപോലെ നല്ല രീതിയിൽ മദർലി കെയർ കൊടുക്കുന്ന സമയത്ത് ഒരു കളങ്കമില്ലാത്ത രീതിയിലായിരിക്കും ഡിസ്റ്റോർട്ടഡ് ഫെമിനൈൻ അത് ചെയ്യുന്നുണ്ടായിരിക്കുക. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾ അത് മുതലെടുത്ത് വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി ഇവരുടെ ഒരു നെഗറ്റീവ് പോയിൻ്റായിട്ട് ഡിസ്റ്റോർട്ടഡ് ഫെമിനൈൻ്റെ ഒരു നെഗറ്റീവ് പോയിൻ്റായിട്ടും പറയാനായിട്ട് സാധിക്കും. അതായത് ഈ പീപ്പിൾ പ്ലീസർ എന്ന് പറയുന്ന ഒരു സ്വഭാവം ഇവർക്കുള്ളത് കൊണ്ട് തന്നെ തൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തിയെ എന്ത് വില കൊടുത്തും ഞാൻ പ്രീതിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് എന്നൊരു മൈൻഡ് സെറ്റായിരിക്കും ഡിസ്റ്റോർട്ടഡ് ഫെമിനൈൻ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ
ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് മറ്റൊരാൾ സ്നേഹം കാണിച്ചുകൊണ്ട് വരുമ്പോൾ, ഇപ്പോൾ അവരുടെ ഫാമിലിയിൽ തന്നെയുള്ള അമ്മയായിരിക്കാം, അച്ഛനായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ബെസ്റ്റ് ഫ്രണ്ടോ അങ്ങനെ ആരെങ്കിലും കുറച്ച് അമിതമായിട്ടുള്ള സ്നേഹം കാണിക്കുമ്പോൾ അവിടെ ഒരു കൺട്രോളിങ് നേച്ചർ ഈ ഒരു ഡിസ്റ്റോർട്ടഡ് ഫെമിനൈൻ വയ്ക്കും. അതൊരു നെഗറ്റീവ് ക്വാളിറ്റിയാണ്. ഇനി അഞ്ചാമതായിട്ട് വരുന്നത് പെർഫെക്ഷനിസം ആണ്. അതായത് എല്ലാ കാര്യത്തിലും ഒരു പെർഫെക്ഷൻ നോക്കുന്നവളായിരിക്കും ഡിസ്റ്റോർട്ടഡ് ഫെമിനൈൻ. എന്തൊരു കാര്യം ചെയ്താലും ഞാനത് ചെയ്താൽ ശരിയാവില്ല എന്നുള്ള രീതിയിൽ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവളായിരിക്കും. മറ്റുള്ളവർക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നവളായിരിക്കും. ഒരു ഫ്രണ്ട് എക്സാം എഴുതി അത് ഫെയിലായിപ്പോയി, പക്ഷെ അത് സാരമില്ല, പോട്ടെ, നമുക്കത് അടുത്ത പ്രാവശ്യം ശരിയാക്കാം എന്നുള്ള രീതിയിൽ അവരെ ഭയങ്കരമായിട്ട് സ്വാന്തനിപ്പിക്കും. പക്ഷേ ഇത് തിരിച്ചാണ് വരുന്നതെങ്കിൽ, ഡിസ്റ്റോർട്ടഡ് ഫെമിനൈനാണ് ആ ഒരു എക്സാമിൽ ഫെയിലായെങ്കിൽ സ്വയം പഴിക്കും. അല്ലെങ്കിൽ നിനക്കതിനുള്ള ഭാഗ്യമില്ല, നീ ഒരു ഭാഗ്യം കെട്ടവളാണ്, അല്ലെങ്കിൽ നിനക്കതിനുള്ള കഴിവില്ല എന്നുള്ള രീതിയിൽ സ്വയം കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുന്നവളായിരിക്കും ഡിസ്റ്റോർട്ടഡ് ഫെമിനൈൻ. എല്ലാ കാര്യങ്ങൾക്കും ഒരു പെർഫെക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവളായിരിക്കും. ആറാമതായിട്ട് വരുന്നത് സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് ഡിസ്റ്റോർട്ടഡ് ഫെമിനൈൻസിനില്ല. എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും മറ്റൊരാളുടെ അഭിപ്രായം ചോദിക്കുക എന്നത് അവരുടെ ഒരു ശീലമായിരിക്കും. ഏഴാമതായിട്ട് സ്വയം വില കുറച്ച് സംസാരിക്കുന്നവളായിരിക്കും. മറ്റുള്ളവരെ ഏതെങ്കിലും രീതിയിൽ കളിയാക്കുകയോ ഒക്കെ പറയുകയാണെങ്കിൽ അവളും സ്വയം അവളെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്ത് സ്വയം വില കുറച്ച് സംസാരിക്കുന്നവളായിരിക്കും ഒരു ഡിസ്റ്റോർട്ടഡ് ഫെമിനൈൻ. എട്ടാമതായിട്ട് വരുന്നത് മറ്റുള്ളവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുന്നവളായിരിക്കും. മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചുപറ്റി അവരുടെ ആ ഒരു സ്നേഹവും കെയറിങ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു കള്ളത്തരങ്ങളൊക്കെ ചെയ്യുന്നവളായിരിക്കും. ഒമ്പതാമതായിട്ട് വരുന്നത് സ്വന്തമായിട്ടൊരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാൻ കഴിവില്ലാത്തവളായിരിക്കും. ഒരു നോ പറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. തനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണെങ്കിൽ കൂടി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ മനസ്സ് വേദനിക്കുമോ, അല്ലെങ്കിൽ അയാൾ എന്നെക്കുറിച്ച് എന്ത് കരുതും എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഒരു നോ പറയാൻ ബുദ്ധിമുട്ടുള്ളവളായിരിക്കും ഡിസ്റ്റോർട്ടഡ് ഫെമിനൈൻസ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഡിസ്റ്റോർട്ടഡ് ഫെമിനൈൻസിൻ്റെ സ്വഭാവ സവിശേഷതകൾ. അപ്പോൾ ഇത് എല്ലാവർക്കും എല്ലാം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് നോക്കുക. പിന്നെ അടുത്ത കാര്യത്തിലേക്ക് വരാം. ഒരു ഫെമിനിൻ എനർജി എന്തുകൊണ്ടാണ് ഡിസ്റ്റോർട്ടഡ് എനർജിയായി മാറുന്നത് എന്ന് നോക്കാം. പാസ്റ്റ് ലൈഫിലോ അല്ലെങ്കിൽ ഈ ലൈഫിൽ ഇന്നർ ചൈൽഡിലോ ഒക്കെ വരുന്ന ട്രോമാസ്, പെയിൻസ്, പിന്നെ അവഗണന, ഇതുകൊണ്ടൊക്കെ ആയിരിക്കും ഇതുപോലെ ഡിസ്റ്റോർട്ടഡ് ഫെമിനൈനായി മാറുന്നത്. അവരുടെ ഇന്നർ ചൈൽഡ്ഹുഡിൽ ഒരുപാട് സ്നേഹമൊന്നും കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. ഒരുപാട് അവഗണനകളൊക്കെ നേരിട്ട് വന്നിട്ടുള്ളവളായിരിക്കും. അതുകൊണ്ട് തന്നെ സ്നേഹിക്കാൻ ആർക്കും കഴിയില്ല, തനിക്ക് ഭാഗ്യമില്ലാത്തവളാണെന്ന് അവൾ സ്വയം വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവളായിരിക്കും. അത് തന്നെ അവളുടെ സബ് കോൺഷ്യസ് മൈൻഡ് വീണ്ടും വീണ്ടും അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും അവളുടെ ലൈഫിൽ വരുന്ന റിലേഷൻഷിപ്പുകളെല്ലാം. പിന്നെ അടുത്തൊരു പോയിന്റ്, അവർ വളർന്നു വന്നിട്ടുള്ള തെറ്റായ ചിന്താഗതികൾ. ചെറിയ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സമയത്ത് അവർ വളർന്നു വരുന്ന സാഹചര്യത്തെക്കുറിച്ചൊക്കെ തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് കിട്ടി വളർന്നു വരുന്നതെങ്കിൽ അവർ ഡിസ്റ്റോർട്ടഡ് ഫെമിനിൻ എനർജി ആയി പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി ഇങ്ങനെ ഉള്ള ഡിസ്റ്റോർട്ടഡ് ഫെമിനൈൻസ് എനർജി ആണെങ്കിൽ അവർക്ക് സെൽഫ് ലവ് തീരെ ഉണ്ടാവില്ല. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഒരു ഫെമിനിൻ എനർജി ഡിസ്റ്റോർട്ടഡ് ആയി മാറാറുണ്ട്. ഇനി അടുത്ത ഒരു കാര്യം, ഒരു ഡിസ്റ്റോർട്ടഡ് ഫെമിനൈൻ ഡിവൈൻ ഫെമിനൈനായി മാറുന്നതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതിന് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം സെൽഫ് ലവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സ്വയം നമ്മളെ സ്നേഹിക്കുക. നമ്മളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് മറ്റൊരാളുടെ കടമയാണ് എന്ന് വിശ്വസിക്കേണ്ട കാര്യമില്ല. നമ്മളാണ് സ്നേഹിക്കേണ്ടത്. നമ്മൾ സ്നേഹിച്ചാലാണ് നമ്മളെ മറ്റൊരാളും സ്നേഹിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വയം സ്നേഹിക്കുക. എന്താണോ എൻ്റെ ഇന്നർ ചൈൽഡിന് ആവശ്യം, ഞാൻ കുട്ടിക്കാലത്ത് എങ്ങനെ ഒരാളിൽ നിന്ന്, എൻ്റെ അമ്മയിൽ നിന്ന്, അച്ഛനിൽ നിന്ന് അവരെങ്ങനെ എന്നോട് പെരുമാറാനാണോ ആഗ്രഹിച്ചത്, ഞാൻ അതുപോലെ തന്നെ എന്നോട് പെരുമാറേണ്ടത് അത്യാവശ്യമാണ് എന്ന് കണ്ടുകൊണ്ട് നമ്മുടെ ഇന്നർ ചൈൽഡിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ഇനി ഈ ഒരു സെൽഫ് ലവിലേക്ക് നമ്മൾ വരണമെങ്കിൽ
രണ്ടാമത്തെ പോയിന്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് താൻ ആരാണെന്ന് സ്വയം അവബോധത്തിലേക്ക് വരികയാണ് ചെയ്യേണ്ടത്. ടിൻ ഫ്ലെയിം ജേണിയിൽ ആണോ എന്ന് ഡൗട്ട് ചോദിച്ചിട്ട് പലരും പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ചിലരൊക്കെ ടിൻ ഫ്ലെയിം ജേണിയിലായിരിക്കാം, ചിലരൊക്കെ അല്ലായിരിക്കാം. അപ്പോൾ അല്ല എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കാറില്ല. അവർ പറയും, അല്ല ചേച്ചി, ഞാൻ ഡിവൈൻ ഫെമിനൈൻ ആണ്, ഞാൻ ഡിവൈൻ ഫെമിനൈൻ ആണെന്ന് എനിക്ക് ഉറപ്പാണ്, ഞാനൊരു ടിൻ ഫ്ലെയിം ആണെന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ഡിവൈൻ ഫെമിനൈൻ ആണ് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആദ്യത്തെ ഡിവൈൻ ഫെമിനൈൻ ആദിശക്തിയാണ്. അപ്പോൾ നമ്മളൊരു ശക്തി എനർജിയാണ്, അത്ര പവർഫുള്ളാണ്, ചൂസ്ഡ് വൺസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പവർ നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക. ആ ഭാഗ്യമില്ലായ്മ, പിന്നെ സ്നേഹിക്കാൻ കൊള്ളില്ല, ആ ഒരു ചിന്തയൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയേണ്ടത് അത്യാവശ്യമാണ്. ഇനി മൂന്നാമതായിട്ട് വരുന്നത് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നോ പറയുക. നമുക്കിഷ്ടമല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നോ പറയുക. മറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്ത് കരുതും എന്ന് ചിന്തിച്ചിട്ട് നോ പറയാതിരിക്കേണ്ട ആവശ്യമില്ല. നമുക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾക്ക് നമുക്ക് നോ പറയേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ആവശ്യമില്ലാത്തവർ നമ്മുടെ അടുത്തേക്ക് ഒരുപാട് അധികാരം, അവകാശം ഒക്കെ എടുത്തുകൊണ്ട് വരുന്ന സമയത്ത്, ഒരു പരിധി വിട്ട് പെരുമാറുന്ന സമയത്ത് നമ്മളൊരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്തതിന് ശേഷം അവരുമായിട്ട് കൂടുതലായിട്ട് സംസാരിക്കാനൊക്കെ ശ്രദ്ധിക്കുക. ഇനി നാലാമതായിട്ട് വരുന്ന കാര്യം ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മുടെ ഇന്നർ ചൈൽഡിനെ നമ്മൾ ഹീൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കുട്ടിക്കാലത്തിൽ നമുക്ക് ഒരുപാട് മുറിവുകൾ ഏറ്റിട്ടുണ്ടാവും. ചിലപ്പോൾ പേരൻസ് നമുക്ക് വേണ്ട രീതിയിലുള്ള കെയർ, ലവ് ഒന്നും തന്നിട്ടുണ്ടായിരിക്കില്ല. അതുകൂടാതെ തന്നെ ഒരുപാട് ട്രോമാസ് അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും. ചിലപ്പോൾ സെക്ഷൽ അബ്യൂസ് അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും. അവഗണനകളൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും. അപ്പോൾ ഇത് സ്വയം പഴിക്കാതെ അവർക്ക് അത് നമ്മുടെ തെറ്റുകൊണ്ടല്ല വന്നത്, അവർക്ക് ആ ഒരു ടൈമിൽ അങ്ങനെയാണ് പെരുമാറാൻ അറിയാമായിരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓക്കെയാണ് എന്ന് നമ്മളെ തന്നെ പറഞ്ഞ് ഹീൽ ചെയ്ത് പഠിപ്പിക്കുക. പിന്നെ ഇതിനായിട്ട് നമുക്ക് മിറർ എക്സസൈസിലൂടെ ഹീൽ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വരുന്ന അഞ്ചാമത്തെ പോയിന്റ്, നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്ത് നമ്മൾ തന്നെ ആയിരിക്കണം. മറ്റൊരാൾക്കാണ് നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു കാര്യം നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്ത് നമ്മൾ തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് സങ്കടം വന്നാലും നമുക്ക് സന്തോഷം വന്നാലും നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾ സ്വയം നമ്മൾ തന്നെയാണല്ലേ. അപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് സുഹൃത്ത് എന്ന് തിരിച്ചറിയുക. പിന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ഡിവൈൻ ഫെമിനൈൻ എനർജി ഉണ്ട്. ആ ഒരു ഡിവൈൻ ഫെമിനൈൻ എനർജിയിലേക്ക് എത്താൻ തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ, ബ്ലോക്കേജുകളൊക്കെ കണ്ടെത്തുക. ഷാഡോസിനെയും ട്രോമാസിനെയും ഒക്കെ ഹീൽ ചെയ്യുക. അതിനായിട്ട് നമ്മൾ ഇന്നർ വർക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. ഡിവൈൻ മാസ്കുലൈൻ നമ്മളിലേക്ക് വരാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. നമ്മളൊരു ഹൈ വൈബ്രേഷനിൽ ഇരുന്നാൽ തന്നെ നമുക്ക് എന്താണോ വേണ്ടത് അതെല്ലാം നമ്മളിലേക്ക് തനിയെ അട്രാക്റ്റായി വന്നോളും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.